നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് 2047 പ്രധാനമന്ത്രിയാകാനും ആഭ്യന്തരമന്ത്രിയാകാനും ഒക്കെ സ്വപ്നം കണ്ട് കച്ചകെട്ടി ഇറങ്ങിയവർ ഇന്ന് അഴിക്കുള്ളിലാകുന്ന മതേതര മനസ്സിന് ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇഡി SDP-യുടെ ദേശീയ അധ്യക്ഷനായ MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നു. അതിനെ തുടർന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഭീകര സംഘടന രാജ്യത്തിനെതിരെ എങ്ങനെ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടി എന്നതിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന നടുക്കുന്ന വിവരങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ യഥാർത്ഥ ലക്ഷ്യം ജിഹാദായിരുന്നുവെന്നും അത് നടപ്പാക്കാനുള്ള ഒരു പുകമറ മാത്രമായിരുന്നു SDP എന്നുമുള്ള വളരെ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു യോഗത്തിൽ വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ ആ കൊച്ചുകുട്ടി ഒരുപക്ഷെ അവിടെ കൂടി നിന്നിരുന്ന പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളോടായിരിക്കാം പറഞ്ഞത്. അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തുന്ന ED-യെ കുറിച്ചും NIA-യെ കുറിച്ചൊക്കെ ആയിരിക്കാം ആ കൊച്ചുകുട്ടി അന്ന് പറഞ്ഞത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ജിഹാദ് നേടിയെടുക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചത് ഒരു മതേതര മുഖമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ശ്രീ ജോസൂട്ടി ജെ ഒഴികയിൽ, ഒപ്പം BJP നേതാവ് ശ്രീ ജിജി ജോസഫ്. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജിജി ജോസഫ്, നമുക്കറിയാം വളരെ ആർജവത്വമുള്ള വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ട് അതൊരു ഭീകര സംഘടനയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ SDP-യുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തി ഈ രാജ്യത്ത് ജിഹാദ് നടപ്പിലാക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വളരെ ഞെട്ടൽ ഉളവാക്കുന്നതല്ലേ? നമുക്കറിയാം ഈ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും പല തെരഞ്ഞെടുപ്പുകളിലും ഈ SDP-യുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ SDP-യെ ഈ രാജ്യത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ PFI ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തി ഒരു രാജ്യത്തിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം പോപ്പുലർ ഫ്രണ്ട് നടത്തി എന്ന് പറയുന്ന ആ ഒരു വിവരം വളരെ ഞെട്ടൽ ഉളവാക്കുന്നതല്ലേ ശ്രീ ജിജി ജോസഫ്? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വലിയ ഞെട്ടലായിട്ടൊന്നും നമ്മൾ ഇതിനെ കാണണ്ട. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. PFI നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ കൈവെട്ട് കേസിലെ പ്രതി അനസ് വഞ്ചിയൂര് ബ്ലോക്ക് ഡിവിഷൻ വഞ്ചിനാട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വാഴക്കുളത്ത് നിന്ന് മത്സരിച്ച് ജയിക്കുകയാണ്. മത്സരിച്ച് ജയിച്ച പ്രതി പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം ഇവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഗൂഢാലോചനയിൽ ഒന്നുമില്ല എന്നുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്തും ജയിലിന്റെ അകത്തിട്ടതൊന്നും. അന്ന് മുതലേ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന തീവ്രവാദ പ്രവർത്തനവുമായിട്ടാണ് കേരളത്തിലെ ഇന്ത്യയിൽ ആകമാനം മുന്നോട്ട് വന്നത്. പക്ഷെ മറ്റൊരു കാര്യം, ഇത് ആദ്യത്തെ അനുഭവമാണോ? അല്ല. ഇതിനു മുമ്പ് സിമി ഉണ്ടായിരുന്നു. സിമി നിരോധിച്ചപ്പോൾ കുറച്ചു കാലം അങ്ങനെ നടന്ന NDF പിന്നെ പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് കഴിയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മുഖം ഉണ്ടാക്കിയവര് രാഷ്ട്രീയ മുഖം ഉണ്ടാക്കിയിട്ട് ആ മുഖത്തിലൂടെ അതിന്റെ രജിസ്ട്രേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കുന്നതിലൂടെ അതിനെ നിയമപരമായ ചില പഴുതിലൂടെ അവിടെ നിൽക്കാം എന്ന് കണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഒരു വേദിയാക്കിയെടുത്തു. ഈ വേദിയാക്കിയെടുത്ത സമയത്തെല്ലാം നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നത്, ഈ സംഘടനകള് കേരളത്തിൽ എങ്ങനെയാണ് ക്ലച്ച് പിടിച്ചത്? കേരളമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. കേരളത്തില് ഇതിന്റെ അടിവേര് താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി സഹായിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തുന്നത് SDP-ക്കാരുടെ വോട്ട് വാങ്ങി. അതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ SDP ആയിട്ട് രഹസ്യമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും പുറത്ത് പറയിപ്പിക്കരുത് എന്ന് SDP-കാരൻ കോൺഗ്രസ്സുകാരനെ വെല്ലുവിളിക്കുന്നു. പത്തനംതിട്ടയിലും മറ്റ് ചില പഞ്ചായത്തുകളിലും SDP-യുമായിട്ട് സഖ്യം ചേർന്ന് CPM ഭരണം മുന്നോട്ട് കൊണ്ടുവന്നു. നേരിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ നേരിട്ട് ബന്ധമില്ല. മറ്റവനെ തൊട്ടവന്റെ പുറത്ത് ഞാനൊന്ന് തൊട്ടു എന്ന് പറയുന്ന പോലെയുള്ള ചില ഒഴിഞ്ഞുമാറലും ഒക്കെ ആയിക്കൊണ്ട് ഈ ബന്ധങ്ങൾ തുടർന്നു പോവുകയാണ്.
ഈ SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പ്രത്യേകം ചർച്ച നടത്തുകയും ആ ചർച്ചയിലൂടെ രാഷ്ട്രീയപരമായി മുന്നോട്ട് തങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടുള്ള സംഘടനകളാണ് ഇവിടെയുള്ള എല്ലാ സംഘടനയും. അതായത് CPM ഇതിനു മുമ്പ് ആ ചർച്ച നടത്തിയിട്ടുണ്ട്, അത് അവർ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് ഇപ്പൊ അവർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങി. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു തുടങ്ങി. PFI ആയിട്ടല്ല, SDP ആയിട്ടല്ല, ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനയുമായിട്ട് തങ്ങൾക്ക് വോട്ട് കിട്ടണം, അത് മാത്രമേ ഇവരെ ലക്ഷ്യമുള്ളൂ. അവരെ പ്രീണിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കണം? അവരുടെ ആളുകളെ എന്തെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റു ചില നിയമപരമായ തടസ്സം ഉണ്ടായ അത് മാറ്റിക്കൊടുക്കുക. ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുക, തിരിച്ച് അവർക്ക് പ്രത്യുപകാരം ചെയ്യുന്ന രീതിയിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. അതാണ് ഈ നാടിനാപത്ത്. ഈ തീവ്രവാദി സംഘടനകൾ പല മുഖവുമായിട്ട് ഇന്ത്യയില് ലോകത്താകമാനം വരും. ഫ്രാൻസിൽ വന്നില്ലേ, UK വന്നില്ലേ, ഇവിടെ എല്ലായിടത്തും ഉണ്ട് തീവ്രവാദി സംഘടനകൾ. ആ തീവ്രവാദി സംഘടനകളുടെ മറ്റൊരു കാര്യം പറയാനുള്ള, ആ തീവ്രവാദി സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അതിന് വലിയ വളക്കൂറാണ് കിട്ടുന്നത്. കോഴിക്കോട് വലിയ ഹമാസ് അനുകൂല പരിപാടി നടത്തുകയും കോട്ടയത്ത് വരുമ്പോൾ ഈ പരിപാടി നടത്താതിരിക്കും. പക്ഷെ ഇത് കോട്ടയംകാരും മനസ്സിലാക്കുന്നില്ല, ഇത് തൃശ്ശൂർക്കാരും മനസ്സിലാക്കുന്നില്ല, ഇത് എറണാകുളംകാരും മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ഒപ്പം അങ്ങ് കൂടുക. ഇടുക്കിക്കാരോ അവരിതിന്റെയൊക്കെ ഞങ്ങള് മലയോര കർഷകരാണ്, ഞങ്ങളുടെ ജീവവായുവാണ് എന്ന് പറയും. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ ഈരാറ്റുപേട്ട മേഖല കേന്ദ്രീകരിച്ച് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വാഗമൺ കേന്ദ്രീകരിച്ച് ക്യാമ്പ് നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇതിനൊന്നും ആരും മുഖവിലക്കെടുക്കാൻ തയ്യാറല്ല. അങ്ങനെ മുഖവിലക്കെടുക്കാതെ ഈ മേഖലയിൽ, ഈ രാഷ്ട്രീയ മേഖലയിലൂടെ കയറി വന്ന് രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള സ്ഥിതിയാണ് കൊണ്ടുവരുന്നത്. ഇവരെല്ലാം പറയുന്നത് എന്താ? ഇതിന്റെ അകത്ത് പർദ്ദ ഇട്ടുകൊണ്ട് പ്രകടനം നടത്തുന്ന സ്ത്രീകളുണ്ടല്ലോ, ഈ പർദ്ദ ഇട്ടുകൊണ്ട് നടത്തുന്ന സ്ത്രീകള് പുറത്തിറങ്ങാൻ പറ്റാതെ അവരുടെ മക്കളെ സ്കൂളിൽ വിടുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ താലിബാൻ പറയുന്നത് ഒരാൾ സ്കൂളിൽ പോകണ്ടെന്ന് പറയുന്നത്. ഇവരുടെ മക്കളെ ഇവര് സ്കൂളിലും വിടുന്നുണ്ട്. എന്നാൽ അത് ചെയ്യാതിരിക്കണം. ഞങ്ങൾ അങ്ങനെയാ ജീവിക്കുന്നത്. ഞങ്ങളുടെ മക്കളാരും സ്കൂളിൽ പോകണ്ട. മക്കൾ സ്കൂളിൽ പോകും, ആനുകൂല്യം വാങ്ങിയെടുക്കും, സ്ത്രീകൾക്ക് സംവരണം വേണം, ജോലി സംവരണം വേണം, എല്ലാം വേണം. പക്ഷെ ഇതിലൊക്കെ ഇരുന്നുകൊണ്ട് പറയും അപ്പുറത്ത് താലിബാൻ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാത്ത താലിബാൻ, അതുപോലെ ആവണം ഈ രാജ്യം എന്ന് പറയുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ആരാണ് കൂടെ പിടിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ഓരോ പ്രശ്നം ഇവർക്ക് അനുകൂലമായിട്ട് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ മുനമ്പത്ത് ഉള്ള ആളുകളെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വഖഫ് നിയമം കൊണ്ടുവന്നത്? ചുമ്മാ നോട്ടീസ് അയച്ചാൽ മതി, പെട്ടുപോയി. എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഇങ്ങനെയുള്ള സ്ഥിതിഗതികൾ ഈ രാജ്യത്തുണ്ടാവുന്നതിന്റെ കാര്യം എന്താ? ഇത് ഈ കാലങ്ങളായിട്ട് കോൺഗ്രസ് ഇവർക്ക് മുന്നിൽ അടിയറവ് വെച്ചതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെന്തിനാ? വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രം തീവ്രവാദ പ്രവർത്തനത്തിന് സത്യം പറഞ്ഞാൽ SDP-യും PFI ഒന്നുമല്ല യഥാർത്ഥ തീവ്രവാദി സംഘടന. അവരെ പിന്തുണയ്ക്കുന്നവർ, ഗൂഢാലോചന നടത്തുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികൾ. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചുവർമ്മൻ, ഈ കഴിഞ്ഞ ദിവസം PC ജോർജിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അറസ്റ്റിലാകുന്നു, പിന്നീട് ജാമ്യം ലഭിക്കുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു ഫേസ്ബുക്ക് പരാമർശം, ഈ SDP-യുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത ആ ഒരു വിഷയം, അതിനെ ഒന്ന് സ്വാഗതം ചെയ്യാനുള്ള ഒരു നട്ടല്, ഒരു ആർജവത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ എന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷം വരെ ഈ SDP-ക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തിയ ആ ഒരു നീക്കങ്ങൾ, ഈ SDP ദേശീയ അധ്യക്ഷനെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഹിംസയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലോ ഒന്നുമല്ല. ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ടും പങ്കാളി ആയി എന്നതിന്റെ വ്യക്തമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എന്നിട്ട് പോലും ആ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ചങ്കിടിക്കുന്നു, മുട്ടുവിറയ്ക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ ജോൺസൺ കൊച്ചുവർമ്മൻ. PC ജോർജ് സാറ് ഒരു പരാമർശമല്ല നടത്തിയത്. അദ്ദേഹം ശരിക്ക് കേരള രാഷ്ട്രീയത്തിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളോട് ഒരു വെല്ലുവിളി ഉയർത്തുക. ഇപ്പോൾ ആങ്കർ നില ജോർജ് സാർ പറഞ്ഞത്, അതായത് ഈ അറസ്റ്റിനെ
ന്യായീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി രംഗത്ത് വരുമോ, വരാൻ ധൈര്യമുണ്ടോ? അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിന്റെ ഉത്തരം ജിജി പറഞ്ഞിട്ടുണ്ട്. ജിജിയുടെ ചർച്ചയുടെ ഏറ്റവും അവസാന ഭാഗം പറഞ്ഞത് എന്താണ്? SDP-യേക്കാൾ അധികം അപകടകാരികളാണ് അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ. അങ്ങനെയല്ലേ ജിജി പറഞ്ഞത്? അതെ 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 അങ്ങനെയാണ്. അതാണ് അതിന്റെ ഉത്തരം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോറി സാറേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് SDP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. നമ്മൾ അതിന്റെ രാഷ്ട്രീയമല്ല ഇവിടെ നോക്കേണ്ടത്. എന്തിനു വേണ്ടി അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയെ ഒരു തീവ്രവാദ വിഭാഗം രാജ്യത്ത് രജിസ്റ്റർ ചെയ്തു? അതാണ് ചർച്ചയാക്കപ്പെടുന്നത്. ഇപ്പൊ നേരത്തെ ജിജി പറഞ്ഞതുപോലെ സിമി, NDF, പോപ്പുലർ ഫ്രണ്ട് ഇതൊക്കെ നിരോധിക്കപ്പെട്ടു. ഇതൊക്കെ നിരോധിക്കുന്ന നിയമം വെച്ചുകൊണ്ട് അത്ര പെട്ടെന്ന് ഒരു രാഷ്ട്രീയ കക്ഷിയെ നിരോധിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയെ അതിന്റെ രജിസ്ട്രേഷൻ, ലൈസൻസ്, അനുവാദം കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിനെ നിരോധിക്കുന്നതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിദഗ്ധമായി വിശദമായി പരിശോധിച്ച് കൃത്യമായി കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ അതിനെ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കഴിയൂ. അത് വളരെ തന്ത്രപൂർവം നിരോധിക്കപ്പെടുന്നത് പോലെ യാതൊരു കാരണവശാലും നിരോധിക്കപ്പെടരുത് എന്നതിന്റെ ഒരു ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതാണ് SDP. അപ്പൊ SDP-യെ ഒരു ദിവസം കൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിന് നിരോധിക്കാൻ കഴിയില്ല. അതിന് ചില ചട്ടവട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഈ സാധ്യതകളൊക്കെ വിനിയോഗിക്കാൻ വേണ്ടി നടത്തിയതാണ്. നമ്മൾ ഇതിനെ ഒരു സാമൂഹിക വിഷയമാണ്. ഞാൻ SDP എന്ന് പറയുന്നതിനെ പാർട്ടിയായിട്ട് പോലും അംഗീകരിക്കുന്നില്ല. ഞാൻ ഇതിനെ ഒരു സാമൂഹിക വിഷയമായിട്ടാണ് കാണുന്നത്. ഈ നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് നമ്മളൊരു 20 വർഷത്തെ ഓർമ്മകൾ മാത്രം എടുത്താൽ മതി, ഒരു പുറകോട്ടൊന്നും പോകണ്ട. 20 വർഷത്തെ ഓർമ്മകൾ എടുത്താൽ എന്ന് മുതലാണ് കേരളം ഈ മത തീവ്രവാദത്തെ താലോലിക്കാൻ തുടങ്ങിയത്? സാധാരണക്കാരൻ മത തീവ്രവാദികളെ ഭയപ്പെടാൻ തുടങ്ങിയത് ഈ അവലും മലരും പിടിച്ചപ്പോഴോ തൊടുപുഴയിലെ അധ്യാപകന്റെ കൈവെട്ടിയപ്പോഴോ മാത്രമല്ല, ചെറുതും വലുതുമായ സമ്മർദ്ദ ഗ്രൂപ്പുകളായി ഇവർ താഴെ തട്ടിലുണ്ട്. അതാണ് സ്ലീപ്പർ സെൽ. അവർക്കെതിരെ ഒരു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ പാടില്ല. മതത്തിനെതിരെയല്ല, ഇസ്ലാം മതത്തിനെതിരെയല്ല. ഇസ്ലാം മതത്തിനെതിരെ സംസാരിക്കുന്നത് തെറ്റാണ്, അത് അവരുടെ വിശ്വാസം. ഇസ്ലാം മതത്തിനെതിരെയല്ല, ഇസ്ലാം എന്ന പദം പോലും ഉപയോഗിക്കുന്നവനെ ഭീഷണിപ്പെടുത്തുന്ന ഗ്രൂപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, താഴെ തട്ടുകളിലുണ്ട്. ആരാണ് വളർത്തിയത്? ഒരു DGP എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ ആഭ്യന്തരത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ലേ? ആ ഉദ്യോഗസ്ഥന് പോലും ജോറി സാറെ എപ്പോഴാണ് കേരളത്തിൽ സ്ലീപ്പർ സെൽ ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞത്? റിട്ടയർ ചെയ്യുന്ന സമയത്ത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് പോലും കസേരയിലിരിക്കുമ്പോൾ അത് പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തെ തളച്ചിട്ടുണ്ട്. ആ തളച്ചിരിക്കുന്നതാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ രാഷ്ട്രീയം. കേരളത്തെ ഭരിക്കുന്നവർ, കേരളത്തെ പ്രതിപക്ഷ കക്ഷികളായിരിക്കുന്നവരാണ് ഇതിനെ തളച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ മിണ്ടാൻ പാടില്ല. വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു കണക്ക് പറഞ്ഞാൽ ഒരു 21,000 വോട്ട് ഒരു മണ്ഡലത്തിൽ, ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ 21,000 വോട്ടുണ്ടെന്ന് വെച്ചു. 10,000 വോട്ട് ഒരു മുന്നണിക്ക്, 10,000 വോട്ട് അടുത്ത മുന്നണിക്ക്. 1000 വോട്ടേ ഉള്ളൂ ഈ തീവ്രവാദികൾക്ക്, വെറും 1000 വോട്ട്. മറ്റു 2 പേർക്കും 10,000. ഈ 1000 വോട്ട് വാങ്ങിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കയറാൻ ഈ 10,000 വോട്ടുകളുള്ള ജനപിന്തുണയുള്ള കക്ഷികൾ, ഈ 1000 വോട്ടുകാരന്റെ അടിമയാകുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷത്തിന് തന്റെ ഇടത്തോടെ ഞങ്ങൾ ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കില്ല, ഇത് ഈ നാടിന് ആപത്താണെന്ന് പറയാൻ കഴിയൂ. ഇവരുടെ രഹസ്യ അജണ്ട അത് രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ താഴെ തട്ടിൽ വളരെ ആസൂത്രിതമായി സംഘടനാ സംവിധാനം ഉണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി, ഈ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ജനങ്ങളെ ഭയപ്പെടുത്തി രാഷ്ട്രീയ കക്ഷികളോട് വോട്ട് വെച്ച് വില പേശി. 2 കാര്യമാണ്. ഒന്ന്, ഇവർക്കെതിരെ മിണ്ടുന്നവരെ
ഭയപ്പെടുത്തുന്നു. 2, രാഷ്ട്രീയ കക്ഷികളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ 10,000-ന്റെ മുമ്പിൽ 1000 വോട്ട് വെച്ച് വിലപേശുന്നു. ആ വിലപേശലിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമല്ലേ PC ജോർജിന്റെ തോൽവി? ഞാൻ പറയുന്നതല്ല, അവർ തന്നെ പറഞ്ഞതല്ലേ. PC ജോർജ് ഒരു സൂചനയാണ്. PC ജോർജ് ഒരു സൂചനയാണ്. ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു മണ്ഡലത്തിൽ മാത്രം ശക്തിയുള്ള ഒരു വിഭാഗം, ഒരു പഞ്ചായത്തിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രം. അത് മാത്രമല്ലല്ലോ പൂഞ്ഞാർ മണ്ഡലം. ബാക്കിയുള്ള മണ്ഡലങ്ങളിലുള്ളതിനേക്കാൾ ഈ ഒരൊറ്റ മണ്ഡലം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരി ആരാണ്, തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരാണ് എന്ന് നിയന്ത്രിക്കും എന്ന സൂചന അവർ കൊടുത്തു. ഇതുപോലെ സ്കെച്ചിട്ട് പല സ്ഥലങ്ങളും അവർ വെച്ചിട്ടുണ്ട്. പല നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പലരുടെയും നാക്ക് പുറത്തോട്ട് വന്ന് സംസാരിക്കാത്തത് ഇവർക്കെല്ലാം ഈ ഭീഷണി എന്ന് അടുത്ത് താങ്കളാ, PC ജോർജിന്റെ പിൻഗാമി താങ്കളാ, ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ ഇത്ര വോട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ പലരും മിണ്ടാതിരിപ്പുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേരുകൾ പറയുന്നില്ല, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മിണ്ടേണ്ടവർ മിണ്ടുന്നില്ല, രാഷ്ട്രീയ കക്ഷികൾ മിണ്ടുന്നില്ല. ഇപ്പോൾ തന്നെ ഏറ്റവും റീസെന്റ് ആയി നമ്മൾ ചർച്ചയ്ക്കെടുത്ത വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കണം. 1-ാം ഘട്ടം NIA റെയ്ഡ് വന്നു പോയല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ജോലി സാറേ, ബഹുമാന്യ ജിജി, എന്തൊക്കെ സംവിധാനങ്ങളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്, ഏതൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികളാണുള്ളത്. ഇവരൊക്കെ എന്നാ വായു വല്ല പഴം തിരികൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇവിടത്തെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പോലും അറിയാതെ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ NIA വന്നത്? എങ്ങനെയാണ് രാജ്യരാമാനം അറസ്റ്റുകൾ ഉണ്ടായത്? ഈ അറസ്റ്റുകൾ ഉണ്ടായി കൊണ്ടുപോയവർ ആരെങ്കിലും നല്ലവരാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പുറകെ പോയോ? പോകാൻ പറ്റൂ? അതിന്റെ 2-ാം ഘട്ടമായി കൃത്യമായ എവിഡൻസ് ഇല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ ഈ അന്വേഷണ വിഭാഗം, അത് വളരെ വ്യക്തമാണ്. ഒരു കോടതികളിലേക്ക് പോയാൽ പരാജയപ്പെടാൻ പാടില്ല. കൃത്യമായ എവിഡൻസോട് കൂടി തന്നെ ഈ രാജ്യത്തെ തകർക്കാൻ SDPA എന്ന് പറയുന്ന സംഘടന, രാഷ്ട്രീയ മുഖമുള്ള തീവ്രവാദ സംഘടന, ഈ രാജ്യത്തെ തകർക്കാൻ വിദേശത്തു നിന്ന് പണം വാങ്ങിച്ചിരിക്കുന്നു, അതിനെ മതത്തിന്റെ മറയാക്കിയിരിക്കുന്നു, അതിവിടെ വിനിയോഗിക്കുന്നു. അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് അറസ്റ്റ്. ഇന്നത്തെ റെയ്ഡോടുകൂടി ഇത് തുടരും. ഇതൊരു 2-ാം ഘട്ടമാണ്, ഇനിയും ഉണ്ടാവും ഘട്ടം. അതുകൊണ്ട് ഈ നിലപാടിലേക്ക് ശക്തമായി രാജ്യത്തെ സംരക്ഷിക്കുക എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ നിലപാടിനെ പൊതുസമൂഹം, അവിടെ രാഷ്ട്രീയം നോക്കണ്ട, BJP ആണോ അതൊന്നും നോക്കണ്ട, അവിടെ രാഷ്ട്രീയം നോക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം തീവ്രവാദ വിരുദ്ധ നിലപാടുകളെ പിന്തുണയ്ക്കണം പൊതുസമൂഹം എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാം. ഓക്കെ, അത് വ്യക്തമാണ്. ശ്രീ ജിജിയിലേക്ക് വരുമ്പോൾ, ഈ ED പുറത്തുവിട്ട ആ ഒരു റിപ്പോർട്ട്, അതിനകത്ത് വളരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ആ ഒരു പേജിൽ തന്നെ ഈ കോഴിക്കോടിലുള്ള അവരുടെ ഈ യൂണിറ്റി ഹൗസിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ഒരു രേഖ, ആ രേഖയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കോൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി. അതായത് PFIയുടെ ലക്ഷ്യം എന്താണ്, സ്ഥാപിത ലക്ഷ്യം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു രേഖയാണ്. അതിനകത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ജിഹാദാണ്. ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫെൻസ്, ഫിസിക്കൽ, അജിറ്റേഷണൽ, ഒപ്പം തന്നെ ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ അതിൻ്റെ അകത്ത് പറയുന്ന 5-ാമത്തെ പോയിന്റ് ആണ്, നമ്മൾ ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, പുറമേക്ക് നമ്മൾ ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയി നമ്മെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അജണ്ട. ഞാൻ ആദ്യത്തെ ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ, ഈ ജിഹാദ് എങ്ങനെയാണ് ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അതായത് ഈ രാജ്യത്തിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണ സംവിധാനത്തെ ഇവർ എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ പല ഫോമിൽ ഒന്നാണ് ഈ സമര മാർഗങ്ങൾ, ലീഗൽ പരമായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിലെ ചില സമരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഈ നിയമമേഖലയിൽ അവർ നടത്തിയ ചില ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഈ പ്രണയ കെണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലർ നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, മറുസൈഡിൽ വരുന്ന ഇവരുടെ ഒരു നിയമപാലകരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ്സിന്റെ വലിയൊരു കൂട്ടം, ഒപ്പം തന്നെ ഈ സോഷ്യൽ മുഖം, ഈ ചാരിറ്റിയുടെ മറവിൽ ഇവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചില നീക്കങ്ങൾ, അത് വളരെയധികം നാം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖല തന്നെയല്ലേ ശ്രീ ജിജി? അല്ല, ഇതിന്റെ അകത്ത് അത് മാത്രമായിട്ട് കാണരുത്. ഇവര് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഇവര് ആളുകളെ കടത്തിവിട്ടിട്ടുണ്ട്.
CPM-ലേക്ക്, കോൺഗ്രസിലേക്ക്, ലീഗിലേക്ക്, അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലേക്കും ഇവരുടെ ഒരു സോഷ്യൽ പരമായ കാര്യങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനമുള്ള വലിയ മുഖങ്ങളാണ് കടന്നു ചെന്നിരിക്കുന്നത്. ഈ മുഖങ്ങള് പാർട്ടിക്ക് പോലും CPM-ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കോൺഗ്രസിന് തിരിച്ചറിയാമെങ്കിലും അവന് 10 വോട്ട് ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും മിണ്ടത്തില്ല. ഇങ്ങനത്തെ ഒരു വലിയ ശൃംഖലയാണ് അതിൻ്റെ അകത്തുള്ളത്. അത് നമ്മളിതിനെ ഒരു 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 സേവനം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ തീവ്രവാദി സംഘടനയാണ് എന്ന്, അവർ തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് ചുരുക്കി കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ മേഖലയിലും, പത്രപ്രവർത്തന മേഖലയില്, അതുപോലെ ജുഡീഷ്യറി, നിയമപരമായ ചില മേഖലകളിൽ ഇവര് ഇതെല്ലാ മേഖലയിലേക്കും കടന്നു പോകുന്നു. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, അതുകൊണ്ടാണ് ഈ തീവ്രവാദ പ്രവർത്തനം. ഇപ്പൊ അങ്ങനെയല്ല. കൃത്യമായ വിദ്യാഭ്യാസം കിട്ടിയ, കൃത്യമായി ഈ വിവരങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ, വലിയ ടെക്നോക്രാഫ്റ്റുകൾ അടക്കമുള്ളവർ ഈ തീവ്രവാദ സംഘടനയുമായി ചേർന്നിരിക്കുകയാണ്. അത് മറ്റൊരു മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ അടുത്തിടെ വന്ന ചർച്ചകൾ എന്തൊക്കെയാ? ചർച്ചകൾ വന്നത് നർക്കോട്ടിക്കുമായിട്ടുള്ള, ഡ്രഗ്സുമായിട്ടുള്ള വലിയ വിഷയങ്ങൾ. ഈ തീവ്രവാദ സംഘടനകളുടെ പണം എങ്ങനെയാ? അവർ വരുന്ന മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് അവർക്ക് കൂടുതൽ പണം കിട്ടുന്നത്. മയക്കുമരുന്ന് കച്ചവടത്തിൽ കൂടെ പണം കിട്ടുന്നത് വഴി ഒരു യുവത നശിച്ചു പോവുകയാണ്. അത് പാലാപ്പിതാവ് നമ്മുടെ കുറവലങ്ങാട് പള്ളിക്ക് അകത്തിരുന്ന് പറഞ്ഞപ്പോ അത് വലിയ കുഴപ്പമായി. പാലാപ്പിതാവിനെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പാലാപ്പിതാവിനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേസ് എടുക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശനാ. ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ ഇന്ന് പറയുന്ന ഒരു വിഷയം, മുസ്ലിം ഓർഗനൈസേഷന് പൊതു സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോ കുറെ ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി നിന്ന് പറയുകയാണ്, ഇതിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആള് പിറ്റേ ദിവസം കോട്ടയത്ത് നിന്ന് ഒരു MP പ്രസ്താവന നടത്തുക, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെന്താ ഇത്? എന്നിട്ട് ഇവരൊക്കെയാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന MP-മാരാണ് ഇവര്. കേരളത്തിലെ വലിയ ഒരു വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന MP-മാരായിട്ട് പോകുന്നവരാണ് അവിടെ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഈ സേവന പ്രവർത്തനം മാത്രമല്ല, എല്ലാ മേഖലയിലും ശ്രദ്ധിച്ചോ, ഇത്തരം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പല തരത്തിലാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു തരത്തിലാണ് ഇത് വരുന്നത്, റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നവരാണ് ഇതിന്റെ ആളുകൾ. അല്ല, അത് വേറൊരു മുഖമാണ്. അതല്ലാതെ ഇവർക്ക് നിയമസഹായം ചെയ്യാനും അല്ലാത്ത ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഫണ്ട് കളക്ട് ചെയ്യാനും ഒക്കെ വേറെ സംവിധാനമാണ്. നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് തന്നെ തെറ്റാന്ന് പറഞ്ഞു. ഇപ്പൊ നർക്കോട്ടിക് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയമുള്ളൂ. എന്താ കാരണം? ഇത് നേരത്തെ പറഞ്ഞപ്പോ പിതാവിനെതിരെ കേസെടുക്കണം, അങ്ങോട്ട് മാർച്ച് നടത്തുമ്പോ ഒന്നില്ലേലും ഈ കേരള കോൺഗ്രസ് ഒക്കെ ഈ അരമനയിൽ പോയി സംസാരിച്ചും ചർച്ച ചെയ്തും ഒക്കെ ഉണ്ടായി നടക്കുന്നവരാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഇവരാരും അവിടെ ഉണ്ടായില്ലല്ലോ, BJP-ക്കാരെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവകാശവാദം വന്നത് അറിയാമോ? നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം വേണം, 3 ദിവസം. നിങ്ങൾക്ക് മനസ്സിലാവും, 3 ദിവസം ആരും ഒന്നും മിണ്ടില്ല. 3-ാമത്തെ ദിവസം സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കുന്നു. സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കി അരമണിക്കൂറിനകം മുസ്ലിം ലീഗായി, കോൺഗ്രസ്സായി, CPM-ആയി, SFI-ആയി ഞങ്ങൾ ഇതിലില്ല എന്ന് പറയുന്നു. മറ്റേ മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത ചാനലിലെ ആ അവതാരിക പിറ്റേ ദിവസം മാറ്റി പറഞ്ഞു. ഇതെല്ലാം ഈ കേരളത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് വലിയൊരു മുഖമുണ്ടല്ലോ, സംഘപരിവാർ എന്ന് പറയുന്നൊരു മുഖം. ഞങ്ങളൊരു സ്ഥലത്തും പോയി പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എവിടെയാ കേൾക്കുന്നത്? തീവ്രവാദ പ്രവർത്തനം നടത്തി ബാക്കി എല്ലാവരും ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പലസ്തീനിലെ ക്രിസ്ത്യാനികള് എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാമോ? അവിടെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ഹമാസ് എന്ന തീവ്രവാദി സംഘടന മുഖേനയാ. ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദി സംഘടന അവിടുത്തെ പള്ളികളും അവിടുത്തെ ആളുകളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നു. 2007 3000 ക്രിസ്ത്യാനികള് 2011 1500 ക്രിസ്ത്യാനികളുള്ളൂ. കുറെ പേര് മതപരിവർത്തനം ചെയ്തു. മതപരിവർത്തനം തയ്യാറാവാത്ത കുറെ പേരെ കൊന്നു.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ അതാരും ചർച്ച ചെയ്യില്ല. ബന്ധുക്കളെ വിട്ടയക്കാൻ ആരും പറയില്ല. പക്ഷെ വലിയ സാമൂഹ്യ ശാസ്ത്രവും വലിയ മനുഷ്യനല്ലേ അവിടെ കൊല്ലപ്പെടുന്നത്, അതുകൊണ്ട് മനുഷ്യനോടുള്ള സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ കോഴിക്കോടും ഈരാറ്റുപേട്ടയിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇറങ്ങി പരിപാടി നടത്തും. പക്ഷെ എറണാകുളത്ത് നടത്താൻ വരുമ്പോ ചെറിയ ഒരു കുടിസ് മുറുക്കിയാത്തിരുന്ന് ഈ ചർച്ചയൊക്കെ നടത്തി എഴുന്നേറ്റ് പോകും. ഇതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പ്. ഇതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. യെസ്, തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് അത് അവതരിപ്പിച്ചു. ശ്രീ ജോസൂട്ടി ജെ ഒഴുകിയിൽ, കത്തോലിക്ക കോൺഗ്രസ് ശ്രീ ജോസൂട്ടി ജെ ഒഴുകിയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടന്ന പല അതിക്രമങ്ങളുടെ പിന്നിലും പോപ്പുലർ ഫ്രണ്ട് എന്ന ആ ഒരു ഭീകര സംഘടനയുടെ ഒരു കൈ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് മുതൽ പാലാ പിതാവിനെതിരെ സമരാഹ്വാനവുമായി അല്ലെങ്കിൽ കൊലവിളിയുമായി അത് തെരുവിലിറങ്ങിയത് ആരാണ്, അത് വളരെ വ്യക്തമാണ്. അത്തരത്തിൽ പല ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന പല അതിക്രമങ്ങൾക്ക് പിന്നിലും ഇവരുടെ ഒരു കൈ ഉണ്ടായിരുന്നു എന്നത് പിന്നീട് നടന്ന പല അന്വേഷണങ്ങളിലും വ്യക്തമായതാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു പശ്ചാത്തലം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDP, നമുക്കിനി അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. പോപ്പുലർ ഫ്രണ്ട് ഈക്വൽ ടു SDP എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. അതിന്റെ ഒരു അജണ്ട ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഒരു നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് തന്നെ സംസ്ഥാനത്തുടനീളം രാജ്യത്തുടനീളം SDP-യുടെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും ഇത്തരം തീവ്രവാദ സംഘടനകൾ, കേരളത്തിലെ ഇത്തരം തീവ്രവാദ സംഘടനകൾ ടാർഗറ്റ് ചെയ്യുന്നത് ക്രൈസ്തവ സമുദായത്തെയാണ്, ക്രൈസ്തവ സമുദായ നേതൃത്വത്തെയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഈ ഒരു നടപടി, പ്രത്യേകിച്ച് SDP-ക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നടപടിയെ ക്രൈസ്തവ സമുദായം എങ്ങനെ നോക്കിക്കാണുന്നു? ശ്രീ ജോസൂട്ടി ജെ ഒഴുകിയിൽ. ഇത് ആദ്യമായിട്ടല്ലോ ക്രൈസ്തവ സമുദായത്തിനെതിരെ ഉള്ള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല, ഭാരതത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല. ലോകമെമ്പാടും നിന്ന് ക്രൈസ്തവ സംഘടനകൾക്കെതിരെ അല്ലെ ക്രൈസ്തവർക്കെതിരെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. തൊട്ട് കഴിഞ്ഞ ദിവസം 70 പേരെയാണ് ബോക്കോ ഹറം ആണോ അല്ലെങ്കിൽ മറ്റേ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ കോങ്കോയില് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അപ്പൊ ഇത് വളരെ കൃത്യമാണ് പദ്ധതി എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കി അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവർ അപകടത്തിലാകും എന്ന് വരുത്തുക, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക, രാഷ്ട്രീയമായി മറ്റു തരത്തിൽ. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നതാണ്. കേരളത്തിൽ നടക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നവരും അവർ ശാന്തമായി അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമാണ്. എന്നാൽ അതിലൊരു ചെറിയ വിഭാഗം ആളുകൾ വളരെ തീവ്രമായ മതവികാരങ്ങളുള്ളവരും എന്താണ് വാളിന്റെ തണലിലാണ് സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നവരും, അതുപോലെ തന്നെ ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ പുസ്തകവുമായി ചെന്ന് ആളുകളെ ആക്രമിക്കുകയും അടിച്ചേൽപ്പിക്കുകയും അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ വരാത്തവരെ ഒറ്റപ്പെടുത്തും. ഇപ്പോ ഏതെങ്കിലും ഒരു പ്രസ്താവനയോ എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ഭീതിയിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നേതൃത്വവും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അകത്ത് ഇപ്പോഴത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഏതാണ്ട് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന പ്രീണന രാഷ്ട്രീയം എന്ന ഒരു കാര്യം ഇതിനകത്തേക്ക് വരുന്നത്. ഇപ്പോൾ വഖഫ് വിഷയമാണെങ്കിലും അത് ഈ കൈവെട്ട് കേസ് ആണെങ്കിലും അതല്ല ഇനി അത് നമ്മുടെ ഈ നിർമ്മല കോളേജിലെ നിസ്കാരമുറി ആവശ്യപ്പെടുന്ന പോലുള്ള സംഭവങ്ങളാണെങ്കിലും ശക്തമായ നിലപാടുകൾ എടുക്കാൻ മടിക്കുകയാണ്. കാരണം അവരുടെ ഒരു പേടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കൂടെ സ്വാധീനിച്ചിട്ട് മുസ്ലിം വോട്ടുകൾ മൊത്തത്തിൽ തട്ടിക്കളയും എന്നൊരു ഭീതിയിലാണ് നിൽക്കുന്നത്. ഇത് ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയമായ മേഖലയിലെ ഒരു വലിയ അപജയത്തിന്റെ ഒരു സംഗതിയാണ്. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിന് പ്രവർത്തിക്കാനുള്ള അല്ലെ ഒരു ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ എന്തോ അത് മുൻനിർത്തിയാണ്. ആ ജനങ്ങളുടെ പൊതു താല്പര്യങ്ങളെ അല്ലെങ്കിൽ സമാധാനപരമായും ഐശ്വര്യത്തോടെയും ജീവിക്കണമെന്നുള്ള
അതുപോലെ തന്നെ തൊഴിലെടുത്ത് സാമ്പത്തികമായി ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിച്ചുകൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കണമെന്നുള്ള, തങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ തങ്ങളുടെ ഭരണാധികാരികളാകണമെന്നുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ആ ഒരു ജനാധിപത്യ വിശ്വാസത്തെ ഇന്ന് അട്ടിമറിക്കുകയാണ് ഈ ഒരുപിടി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ ഭയന്ന് അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാനായിട്ട് ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുമ്പോൾ. അവിടെയാണ് ഇന്നിപ്പോ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ സൂചിപ്പിച്ചു. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ അന്ന് തന്നെ പല ആളുകളും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്, ഇത് SDPI-ക്കാർ തന്നെയാണ് ഈ PFI-ക്കാര്, അല്ലെങ്കിൽ PFI-ക്കാർ തന്നെയാണ് SDPI-ക്കാര്. ഈ മുറിയിലിരിക്കുമ്പോൾ അവർ PFI, അപ്പുറത്തെ മുറിയിലിരിക്കുമ്പോൾ SDPI, അത്രയേ ഉള്ളൂ. ഇപ്പൊ വളരെ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നു. SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നിൽ ഉള്ളത് മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ആണെന്നും, പോപ്പുലർ ഫ്രണ്ടാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നതെന്നും, പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രവർത്തനം എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തെ തിരിച്ചറിയുകയും ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ എടുക്കേണ്ട നിലപാടുകൾ എടുക്കാനായിട്ട് ഭരണകൂടങ്ങൾ തയ്യാറാകുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിയമപരമായ നിലപാടുകളിൽ ഇത്തരം ആളുകളുടെ ഫണ്ടിങ് സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇവിടെ പറയുന്ന പല സോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്ന നിയമവിരുദ്ധമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ, കള്ളക്കടത്തുകളുടെ, മയക്കുമരുന്നുകളുടെ അത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഇതിനോടകമായിട്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിവുകൾ ഇങ്ങനെ ജനമധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഈ സോഴ്സുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത് ഈ ഐസ്ബർഗിന്റെ ഒരു തലയ്ക്കം മാത്രമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. ആ പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിടിക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പിന്നെ നമ്മൾ പുറകെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ടവരെല്ലാവരും ജയിലിലുണ്ടോ? അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട എല്ലാവരും ജയിലിലുണ്ടോ? അവർ പുറത്തിറങ്ങി നടക്കാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, കാലാകാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട്, എക്സൈസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അദാലത്തുകളിൽ ഇത്തരം കുറ്റവാളികൾ പിഴയടിച്ച് അവർ രക്ഷപ്പെട്ട് അവർ വീണ്ടും അവരുടെ ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു നാർക്കോ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെയുള്ള ഒരാളിന് അനേക നാളുകളിലേക്ക്, ഒരു നാർക്കോ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളിന് അനേക നാളുകളിലേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. അങ്ങനെ നാർക്കോ കേസിൽ പ്രതിയായാൽ പോലും അവർ ഏതാനും നാളുകൾ ജയിലിൽ കിടക്കും, പിന്നെ തൊട്ടടുത്ത ദിവസം അവര് പിഴയടച്ച് അവര് രക്ഷപ്പെട്ട് വീണ്ടും ഒരു വഴി കൂടെ നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറ്റവാളികൾ ആരാണെങ്കിലും അവർ ഏത് കാരണത്താൽ കുറ്റം ചെയ്തവരാണെങ്കിലും, മയക്കുമരുന്നിന്റെ പേര് കുറ്റം ചെയ്തതാണെങ്കിലും മറ്റു തരത്തിൽ കുറ്റം ചെയ്തവരാണെങ്കിലും അവർക്ക് സമൂഹത്തിലടക്കം നടക്കാവുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അത് നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്തോ അതിനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കർക്കശതയോടുകൂടി നടക്കുകയും ഈ നിയമവ്യവസ്ഥ നടപ്പാകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്ന, വളരെ വിജിലന്റായി അതിനെ നിരീക്ഷിക്കുന്ന ഒരു സമൂഹം, ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യവും നിയമബോധ്യവുമുള്ള ഒരു സമൂഹം ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ആ ഒരു അനിവാര്യതയാണ് ഇന്നിപ്പോ ഇവിടെ നമുക്ക് ഇല്ലാതെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നമ്മൾ മയക്കുമരുന്നുകൾക്കെതിരെ, അതുപോലെ തന്നെ ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിലും. നിർമ്മല കോളേജ് പ്രശ്നം ഉണ്ടായപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റും ഞാനും, ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആദ്യം ഉണ്ടായ അന്ന് തന്നെ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ഒരു കാരണവശാലും ഒരു കത്തോലിക്ക സ്ഥാപനത്തിലും മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുകയും അത് സാധ്യമല്ല നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അത് സർക്കുലറായിട്ട് തന്നെ നമ്മൾ പുറത്തിറക്കിയതാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ തരത്തിൽ കാര്യങ്ങൾ വഷളാക്കിയതിൻ്റെ അകത്ത് നമ്മുടെ പ്രമുഖമായ രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കും, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തുല്യ പങ്കുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ ED പോലുള്ളവർ ഇപ്പോഴാണ് അവര് തലപൊക്കിയത്. ഇത് ഒരു 6 മാസം മുമ്പോ 1 വർഷം മുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട ജിജി പറഞ്ഞതുപോലെ പാലാ പിതാവ് ചൂണ്ടിക്കാണിച്ചപ്പോഴോ വേണമെങ്കിലും അവർക്ക് എടുക്കാമായിരുന്നു, അതിനു മുമ്പ് വേണേലും എടുക്കാമായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങളാകാം മറ്റെന്തോ ആകാം, അവർ മടിച്ചു നിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ എന്താണെങ്കിലും
ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് വളരെ സാധാരണമാണ്. കേരളീയ സമൂഹം ഒന്നടങ്കം ഈ പ്രശ്നത്തെ ഗൗരവമായിട്ട് കാണാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അപജയത്തിന്റെ ചിത്രമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്, വ്യക്തമാണ്. ജോൺസൺ കൊച്ചുപറമ്പ്, നമുക്കറിയാം, നേരത്തെ ജിജി സൂചിപ്പിച്ചതുപോലെ നേരത്തെ സിമി നിരോധിക്കപ്പെട്ടു. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ ഇനി SDP വരും. ഇനി SDP നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കോഴിക്കോടും ഈ ആലപ്പുഴയും ഒക്കെ നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ സമ്മേളനങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കുന്നത്, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉൾപ്പെടെ. അപ്പോൾ ഇത് ഒരു നിരോധനം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ കാര്യമാണ്. പക്ഷേ ആ സംഘടനകൾക്ക് ജന്മം കൊടുത്ത തീവ്രവാദപരമായിട്ടുള്ള ഒരു ആശയം അത് സമൂഹത്തിൽ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം മറ്റൊരു രൂപത്തിൽ മറ്റൊരു സംഘടന ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി SDP ഏതെങ്കിലും കാരണവശാൽ നിരോധിക്കപ്പെട്ടാൽ അവിടെ നിന്നും അണികൾ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ആത്യന്തികമായും ഇവിടെ ചെയ്യേണ്ടത് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ജന്മം കൊടുക്കുന്ന തീവ്രവാദ ആശയത്തെ വേരോടെ പിഴുതെറിയുക എന്ന ഒരു നടപടിയല്ലേ? അതിലേക്ക് ഭരണകൂടങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. നല്ല കൃത്യമായ ചോദ്യം ജോർജ് സാറേ. ഏത് രാഷ്ട്രീയ കക്ഷിയാകട്ടെ അതിനൊരു ഐഡിയോളജി ഉണ്ടല്ലോ, ഒരു ലക്ഷ്യമുണ്ടല്ലോ. അതെന്താണ്? ആ രാഷ്ട്രത്തിന്റെ ക്ഷേമം, അവിടുത്തെ ജനതയുടെ ക്ഷേമം, ആ നാട്ടിലെ സമാധാനം, ഇതൊക്കെയല്ലേ ഉണ്ടാവേണ്ടത്. അതിന് വിരുദ്ധമാണ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തനങ്ങളും കണ്ടെത്തിയാൽ അത് രാജ്യത്ത് നിരോധിക്കപ്പെടും. ഇപ്പോ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ സിമി ഇതൊക്കെ നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതിന്റെ അണികൾ മുഴുവൻ ഇവിടെ ജീവിച്ചിരിക്കുകയല്ലേ, അല്ലേ? ചുരുക്കം ചില നേതാക്കന്മാർ അറസ്റ്റിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിരോധിക്കുന്നതിന്റെ പേരിൽ ഭാരവാഹിത്വമൊക്കെ മാറുന്നുണ്ട്. ബാക്കിയുള്ളവർ എവിടെയാ? ഇവരുടെ തലച്ചോറിനകത്ത് കയറിയിരിക്കുന്ന ഐഡിയോളജി, ആ ഐഡിയോളജി അല്ലേ അപകടകരം, അല്ലേ? ആ ഐഡിയോളജി മാറുന്നുണ്ടോ? സംഘടന നിരോധിക്കപ്പെട്ടു, ഐഡിയോളജിയിൽ മാറ്റമില്ല. അവർ ഇപ്പൊ PFI നിരോധിക്കപ്പെട്ടപ്പോ അവർ SDP ആയി. SDP മുഴുവൻ ആയിട്ടില്ല. അവർ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പോഷക സംഘടനകളിൽ വളരെ ശക്തമായി മെമ്പർഷിപ്പ് എടുത്തതിന്റെ ഭാരവാഹികൾ വരെയായിട്ട്. അവിടെയൊന്നും അവരുടെ ഐഡിയോളജി മാറുന്നില്ല. അവൻ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ്സുകാരനായാലും ഇവന്റെ ഉള്ളിലുള്ള ആശയം മാറുന്നുണ്ടോ? ആശയം ഏതാ? PFIയുടെ ആശയമാണ്, തീവ്രവാദത്തിന്റെ ആശയമാണ്, ഈ രാജ്യത്തെ തകർക്കണമെന്നുള്ള ആശയമാണ്, ഇവിടെ മത രാഷ്ട്രം കൊണ്ടുവരണമെന്നുള്ള ആശയം. ആശയമല്ലേ നിരോധിക്കപ്പെടേണ്ടത്, നിയന്ത്രിക്കപ്പെടേണ്ടത്? അത്തരം ആശയക്കാരെയല്ലേ പിടിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരാൾ പോലും ഒരു തീവ്രവാദ നിലപാടെടുത്താൽ അവനെ അറസ്റ്റ് ചെയ്യണം. PC ജോർജിന്റെ പേരിൽ എടുത്ത അതേ നടപടി ഇവിടെ. ജോർജ് സാർ, ഒരു കത്തോലിക്ക അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സമൂഹത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ചാനൽ ഞാൻ ചോദിക്കാം, ഇവിടെ യേശുവിനെ അല്ലെങ്കിൽ പുരോഹിതരെ, പൗരോഹിത്യത്തെ, ക്രൈസ്തവരുടെ കൂദാശകളെ, സന്യാസ സമൂഹത്തെയൊക്കെ പരസ്യമായി അവഹേളിക്കുന്ന എത്ര വീഡിയോകൾ ഇത് സമൂഹ മാധ്യമത്തിൽ ഉണ്ട്? PC ജോർജിനെ അറസ്റ്റ് ചെയ്ത അതേ നിയമം അവർക്ക് പേരിൽ ഉണ്ടാവില്ലേ? എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അപ്പൊ ഈ ഐഡിയോളജി വളരാൻ സഹായകരമാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. നിരോധിക്കപ്പെട്ട സംഘടന ഇപ്പൊ നാളെ യാദൃശ്യമായി ഇതങ്ങ് നിരോധിക്കുന്നു വെച്ചോ, ഈ പാർട്ടിയിൽ നിൽക്കുന്നവരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നവരല്ലേ ബാക്കി രാഷ്ട്രീയ കക്ഷികൾ? നീ ഈ രാജ്യത്തിന് പറ്റിയവനല്ല, നിന്റെ ഉള്ളിലുള്ള ആശയം ശരിയല്ല, നീ ഇവിടെ മതങ്ങളെ തമ്മിലടുപ്പിക്കുന്നു, നീ ഇവിടെ തീവ്രവാദം വളർത്തുന്നു, നീ ഇവിടെ സാമ്പത്തിക രംഗത്ത് അനാവശ്യമായ പ്രവണതകൾ കൊണ്ടുവരുന്നു, നിന്നെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ആശയം തുടർന്നുകൊണ്ടേയിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക. ഇവരുടെ രാഷ്ട്രീയ മുഖങ്ങൾ മാറുന്നുണ്ട്, രാഷ്ട്രീയ കക്ഷിയുടെ പേരുകൾ മാറുന്നുണ്ട്, പക്ഷെ ഇവർ രാഷ്ട്രീയപരമായി വളർന്നുകൊണ്ടിരിക്കുക. വളരാനുള്ള സാഹചര്യം കേരളത്തിൽ, അത് ഞാൻ എടുത്തു പറയുന്നു, കേരളത്തിൽ ഇടത് വലത് കക്ഷികൾ മത്സരിച്ച് ഇവർ വളരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുക. തന്റെ ഇടത്തോടെ പറയാൻ കഴിയണം,
ഞങ്ങൾക്ക് ഭരണം പോയാൽ കുഴപ്പമില്ല, ഞങ്ങൾ തോറ്റാൽ കുഴപ്പമില്ല. ഇത്തരം ദേശവിരുദ്ധരായിട്ടുള്ളവരെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങളുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ പിന്തുണ വേണ്ട. ഇത് പറയാനാണ്. രണ്ടാമത്തെ മറ്റൊരു മുഖം നമ്മുടെ ജോസഫ് സാർ പറഞ്ഞതുപോലെ, ജ്യോതി സാർ അത് പറഞ്ഞത് ചാരിറ്റി. ഇപ്പൊ എനിക്കൊരു മാരകമായ അസുഖം, എനിക്ക് ചികിത്സിക്കാൻ പണമില്ല. ഇപ്പൊ കിഡ്നി അസുഖമാണ്, എനിക്ക് ഡയാലിസിസ് ചെയ്യണം. എന്റെ മുന്നിലെ ദൈവം എന്ന് പറയുന്നത് എന്നെ സഹായിക്കുന്നതാണ്. അവന്റെ പണം ഏത് രീതിയിൽ വരുന്നു എന്നുള്ളത് ഞാൻ നോക്കാറില്ല. നോക്കൂ, എനിക്ക് എന്റെ ഡയാലിസിസ് പണം തരുന്നതിന് ദൈവമാണ്. അപ്പൊ നമ്മൾ പോലും ഇപ്പോ സേവാഭാരതി സഹായം ചെയ്യുന്നുണ്ട്, ക്രൈസ്തവരുടെ വിവിധ സംഘടനകൾ സഹായം ചെയ്യുന്നുണ്ട്. ആ സഹായത്തിനൊക്കെ പണം എവിടുന്ന വരുന്നത്? അവരുടെ സമുദായമോ അല്ലെങ്കിൽ ഉദാരമനസ്കരായ ആൾക്കാർ കൊടുക്കുന്ന പണം. അതിനപ്പുറം അത്തരം ചാരിറ്റികളെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ചാരിറ്റിയുമായി ചില പ്രത്യേക വിഭാഗങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ പണം എവിടെ നിന്ന് അവർ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കൊടുക്കുന്നതിനെയല്ല ഞാൻ പറയുന്നത്, കൊടുക്കാനുണ്ടാകുന്ന പണം എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തണ്ടേ? ആ ചാരിറ്റിയുടെ മറവിൽ സമൂഹത്തിന്റെ മുന്നിൽ നല്ലവരായി ചിലവരെ അവതരിപ്പിച്ചുകൊണ്ട് ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഞാൻ ആദ്യമേ പറഞ്ഞ ഐഡിയോളജി ഇവിടെ വേരോളാൻ സഹായകരമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും നോക്കുന്നവരാണ്. ജോസൂഡ് സാർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പൊ ഒരു രണ്ട് മതത്തിൽപ്പെട്ട ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട രണ്ടുപേര് കല്യാണം കഴിച്ച അല്ലെങ്കിൽ ഒരു പ്രണയമായി ഒരു പോലീസ് കേസായെന്ന് വെച്ചു. എന്നെ ജിജിയും പറഞ്ഞിരുന്നു, ആ പോലീസ് കേസായ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു ഭാഗത്ത് അവരെ പിന്തുണയ്ക്കാനായിട്ട് എവിടെ നിന്ന് ആൾക്കാർ വരുന്നത്? ആ കുട്ടിയുടെ വീട്ടുകാർക്ക് വരാം, അയൽവക്കക്കാർക്ക് വരാം, അവിടെയുള്ളൊരു വക്കീലിന് വരാം. ഒന്നിനെയും ഞാൻ ചോദ്യം ചെയ്തില്ല, അതൊക്കെ നിയമപരമായിട്ട് അവരുടെ അവകാശമാണ്. അതിനപ്പുറം അവരെ സംരക്ഷിക്കാനോ നിയമപരമായി അവിടെ സ്വാധീനം ചെലുത്തി കൊണ്ടുപോകാനോ വരുന്നവർ ആരാണെന്ന് പരിശോധിക്കപ്പെടുന്നത്. സംഘടിതമായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെ? അത് വളരെ ശക്തമാണ്. അവര് വന്നാലോ, ഞാൻ ഇത്തരം കേസുകളിലൊക്കെ പോയി ഇടപെട്ടിട്ടുണ്ട്. അവര് വന്നാലോ വളരെ മര്യാദക്കാണ് പറയുന്നത്, അയ്യോ ഇത് കുട്ടികൾക്ക് പറ്റിയ തെറ്റല്ലേ, നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ആ നയം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ കൃത്യമായ നിയമം പറഞ്ഞുകൊണ്ട്, നിയമം 18 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതിന്റെ കൂടെ പോകാതെ പറഞ്ഞു, ആ നിയമം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് അങ്ങ് പോവുക. ഇതൊക്കെ കണ്ടിരുന്നത് കഴിയാൻ പറ്റുമോ? എനിക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗം ഒറ്റ കാര്യം പറയാം, ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണണം, മതപരമായിട്ട് കാണണം. ജോസൂഡ് സാർ പറഞ്ഞ നല്ല മുസ്ലിങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. യഥാർത്ഥമായി ജീവിക്കുന്നവരെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ ശക്തി നമ്മുടെ മണ്ണിലാണ്, കേരളത്തിലാണ്. അത് തിരിച്ചറിയാം. ഈ സ്ലീപ്പർ സെല്ല് പരസ്യമായി ഹമാസിന് പിന്തുണ, ആനപ്പുറത്ത് ഹമാസിന്റെ ചിത്രങ്ങൾ, ഹമാസ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ, ഇതൊക്കെ നടന്നിട്ടും നമ്മളിവിടെ മതേതരം പൊഴുങ്ങി തിന്നുകൊണ്ട് നിശബ്ദരായിട്ടിരുന്നാൽ നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനാവില്ല, സ്വസ്ഥതയോടെ ജീവിക്കാനാവില്ല. അത് മനസ്സിലാക്കണം. അത് കോൺഗ്രസ്സുകാരൻ മനസ്സിലാക്കണം, CPM-കാരൻ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിയും മനസ്സിലാക്കണം, നല്ല മുസൽമാനും മനസ്സിലാക്കണം, ഹിന്ദുവും മനസ്സിലാക്കണം. മനുഷ്യനായി പറഞ്ഞവൻ, രാജ്യത്തെ സ്നേഹിക്കുന്നവൻ, എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ പൂർവികരും അനുഭവിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, സമാധാനം, മതേതരത്വം, ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മനുഷ്യനായിക്കൊണ്ട് അത് പിന്തുണയ്ക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാം. എങ്കിൽ മാത്രമേ നാട് രക്ഷപ്പെട്ടുള്ളൂ. ശ്രീജിജി, നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് അവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ മുഖം, അത് SDP. അതിനെപ്പറ്റി നാം ചർച്ച ചെയ്തു. ഇപ്പോൾ ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ പറഞ്ഞതുപോലെ ഒരു ചാരിറ്റി, അതിന്റെ മറവിൽ എങ്ങനെ അവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു? നമുക്കറിയാം ജനാധിപത്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തൂണാണ് ഈ മാധ്യമങ്ങൾ. പലപ്പോഴും ഇപ്പോൾ ജോൺസൺ കുച്ചുപറമ്പൻ പറഞ്ഞു നിർത്തിയ ഈ ഹമാസുമായി ബന്ധപ്പെട്ട് അവരെ ഭീകരർ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ നമ്മുടെ പല മാധ്യമങ്ങളും ഭയക്കുന്നു, അവരെ പോരാളികളായിട്ട് ചിത്രീകരിക്കുന്നു. ഒപ്പം ഈ SDP-യുമായി ബന്ധപ്പെട്ട വാർത്ത, അവിടെ റെയ്ഡ് നടന്ന വാർത്ത, അത് എങ്ങനെ അവർ കൈകാര്യം ചെയ്തു എന്ന് നമ്മൾ കൃത്യമായും കണ്ടതാണ്. ഒപ്പം മറ്റു ഈ ദിവസങ്ങളിലൊക്കെ
സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായതാണ്. ചില മതവിഭാഗങ്ങളുടെ ചില ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ അല്ലെങ്കിൽ ചില ഉത്സവങ്ങൾ അതിനെ ഒരു രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് ചില മതവിഭാഗങ്ങളുടെ ചില ആഘോഷങ്ങളെ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരു വളക്കൂറുള്ള ഒരു മണ്ണൊരുക്കുന്നതിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളും ചില നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ ശ്രീജിജി? പ്രധാനമായും അർബൻ നക്സൽസ് ഇതുപോലുള്ള ചില മാധ്യമത്തിലുള്ള അർബൻ നക്സൽസുകളെല്ലാം ചെയ്യുന്ന പരിപാടിയാണിത്. ഇവർ വാ തോരാതെ അന്ധവിശ്വാസത്തെ പറയും. ഞാൻ പറയുന്ന അന്ധവിശ്വാസത്തെ നിങ്ങൾ പറഞ്ഞു. മക്കയെ ചെന്ന് സാത്താനെ കല്ലെറിയുന്നത് അന്ധവിശ്വാസമാണോ ഇല്ലയോ, ഇവർക്ക് അങ്ങനെ അതും കൂടെ ഇവർ പറയണം. അവിടെ ചെന്ന് സ്നാനം നടത്തുന്നത് അന്ധവിശ്വാസമാണെന്ന് ഇവർ പറഞ്ഞോ, ഒപ്പം മറ്റേതും പറയണം. അതെന്തേ പറയാത്ത? ഇതേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. ഞാൻ പറയുന്നത് അതെല്ലാം വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മക്കയിൽ പോകുന്നതും ഹജ്ജ് ചെയ്യുന്നതും ഒക്കെ വിശ്വാസമാണ്. അതൊക്കെ പുണ്യമാസമായ ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവന് ചെയ്യാവുന്ന നൊയമ്പ് മുതല് ഹജ്ജ് മുതല് എല്ലാം പുണ്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വിശ്വാസവും. മലയാറ്റൂർ മല കയറുന്നത് ഭയങ്കര മോശമാണ്, ശബരിമല കയറുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുകയും ശബരിമല കയറുന്നത് വളരെ മോശമാണ്, മലയാറ്റൂർ മല കയറുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടല്ലോ, ഈ വിവാദം നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ നാടിനെ ആപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ബയാസ്ഡ് ആയിട്ടാണ് നിലപാടുകൾ എടുക്കുന്നത്. ഈ നിലപാടുകൾ ജനാധിപത്യത്തിന് യോജിക്കണം. നിങ്ങൾ ഇവിടുത്തെ പല മാധ്യമങ്ങളും ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് പറയുകയും നടത്തുന്നത് മുഴുവൻ അർബൻ നക്സലും തീവ്രവാദ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ്. എനിക്ക് അതിന്റെ കൂടെ കത്തോലിക്ക കോൺഗ്രസിന്റെ അദ്ദേഹത്തോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. നമ്മൾ കുറെ കാലമായല്ലോ സാറേ നമ്മള് മുനമ്പത്ത് സമരം നടത്തുന്നത്. കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് എംപിമാരുണ്ട്. എംപിമാര് വഖഫ് ബില്ലിനെ അനുകൂലിക്കുമോ ഇല്ലയോ? അത് അവർ പലരും പറയുന്നത് അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു. സോറി. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് ഒന്നുകിൽ ഇവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയോ അല്ലെങ്കിൽ ഒരു ഭീമ ഹർജി കൊടുക്കുകയോ ചെയ്ത് മുനമ്പൻ ജനതയോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞങ്ങളൊക്കെ ഈ സമരം ചെയ്യുന്ന സമയത്ത് അങ്ങൊക്കെ അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷെ ഇവർക്ക് ആർക്കും ഈ നിലപാട് എടുക്കുന്ന കൃത്യസമയത്ത് വരുമ്പോൾ അവര് പള്ളിമുറ്റത്ത് വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടു, പക്ഷെ നിയമസഭയിൽ എടുക്കില്ല, പാർലമെന്റിൽ എടുക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല എന്നെനിക്കറിയാം, എങ്കിലും ഇവർക്കൊരു ഭീമഹർജി കൊടുക്കാനെങ്കിലും അവരുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്താനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. ഇവര് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പ്രഷർ കൊടുക്കാം. ഇതുപോലെ തീവ്രവാദ മുസ്ലിം സംഘടനകൾക്കൊക്കെ എല്ലാവരിലും പ്രഷർ കൊടുക്കാം. പത്രമാധ്യമങ്ങളിൽ പ്രഷർ കൊടുക്കുന്നു, അവർക്കെതിരെ ഒരു വാർത്ത വന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെ നിലപാടെടുക്കുന്നു, നിങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഇങ്ങനെ എല്ലാം പ്രഷർ കൊടുക്കുന്നു. അതിനെല്ലാം വശംബദരായിട്ട് അവർ നിൽക്കുന്നു. എന്തുകൊണ്ട് ഒരു 600-ലധികം വരുന്ന ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവരുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി പ്രഷർ കൊടുക്കാൻ ഇതുപോലുള്ള സംഘടനകൾക്ക് സാധിക്കുന്നില്ല? അവിടെ വ്യത്യസ്തമായ നിലപാടുകളാണ് എടുക്കുന്നത്. എനിക്ക് നേരിട്ടറിയാം, പലതും ഞാൻ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ജോർജിക്കും അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം. അവിടെ പോയി മിക്കപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷക്കീന വലിയ റോൾ എടുത്തിട്ടുള്ളതാണ് ആ സമരമായിട്ട്. അപ്പോ ആ മേഖലയിൽ ഒരു പ്രശ്നത്തോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു നിലപാടെടുക്കുന്നത്. ഇവിടെ വന്നിരുന്ന് വലിയ വർത്തമാനമൊക്കെ പറയും, പക്ഷെ അതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഞാൻ ശ്രീ ജോസൂട്ടി ജോഡിയിലേക്ക് പോവുകയാണ്. ശ്രീ ജിജി ചോദിച്ച ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ SDP പലപ്പോഴും പല സമരങ്ങളും ഹൈജാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കാറുണ്ട്. വിഴിഞ്ഞം സമരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ മറ്റ് ചില സമരങ്ങൾ ഈ കേരളത്തിന് പുറത്ത് ഒരിടയ്ക്ക് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, സന്യസ്തർ വരെ SDP കൊടി പിടിച്ചുകൊണ്ട് അവരോടൊപ്പം സമരത്തിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിൽ
വരുന്നവരുടെ ഒരു അജണ്ട തിരിച്ചറിയുന്നതിൽ ചിലപ്പോഴെങ്കിലും ചില സമുദായങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം, പരാജയപ്പെട്ട് പോകുന്നുണ്ടോ? അത്തരത്തിലുള്ളൊരു ആശങ്ക അങ്ങേക്കുണ്ടോ? ഇത്തരം സമരങ്ങളിലേക്ക് അവർ നുഴഞ്ഞു കയറുന്നതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? ഒപ്പം തന്നെ ശ്രീ ജിജി ഉന്നയിച്ച ആ കാര്യങ്ങൾക്കും അങ്ങേക്ക് മറുപടി പറയാം. ശ്രീ ജോസൂട്ടി ജോലിയിൽ. അതായത് അത്തരം സമുദായങ്ങളിലേക്ക് അല്ല, അത്തരം മറ്റു സമുദായങ്ങളിലേക്കൂടെയുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് അത് സമുദായങ്ങളിലേക്ക് മാത്രമല്ല. അത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അവർ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കടന്നു കയറും. അവര് കാരണം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട മതത്തിന്റെ പേരിൽ അവർ സൂക്ഷിക്കുന്നുണ്ട്. ആ കൃത്യമായ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് അത് ശരീഅത്തിന്റെ കീഴിലേക്ക് രാജ്യത്തെ മുഴുവൻ കൊണ്ടുവരിക, മതപരമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് രാജ്യത്തെ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ട് മൗദൂദിയുടെ മുതൽ വേറെ എത്രയോ ആളുകളുടെ ഗ്രന്ഥങ്ങളിലൂടെ, അവരുടെ ആഹ്വാനങ്ങളിലൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെയുള്ള കണ്ടംപററി ആയിട്ടുള്ള ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളും ആ തരത്തിൽ തന്നെയാണ് വരുന്നത്. ഈവൻ പബ്ലിക് ഇമേജ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ പോലും ചില പ്രത്യേക വേദികളിൽ അവർ നടത്തുന്ന പ്രസ്താവനകളിൽ കടുത്ത ഇസ്ലാമിക തീവ്രവാദ മത അധിഷ്ഠിത ഭരണ സംവിധാനത്തിന്റെ ആവശ്യകതയാണ് ഊന്നിക്കറിയുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് അവര് എല്ലാ സ്ഥലത്തും അവർ നുഴഞ്ഞു കയറും. അങ്ങനത്തെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഭാഗമാണ് പൊതുവായ വിഷയങ്ങളിൽ ചില സമരങ്ങളിൽ കത്തോലിക്ക സമുദായം നടത്തിയപ്പോൾ അതിന് അവർ വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ അവരെ കൂടെ നമ്മളെ കൂടെ അവരുടെ സംവിധാനത്തിനകത്തേക്ക് ചേർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് അവരുടെ അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ കത്തോലിക്ക സമുദായത്തിന്റെയോ മറ്റാരുടെയെങ്കിലും കുഴപ്പമില്ല. അത് കോൺഗ്രസിനകത്ത് അവരുണ്ട്, CPM-ന്റെ അകത്ത് അവരുണ്ട്, BJP-ക്ക് അകത്ത് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. സാധ്യത തള്ളിക്കളയത്തില്ല. കാരണം അത്രമാത്രം തന്ത്രപരമായിട്ടാണ് അവർ ഇടപെടുന്നത്. ഇനി അടുത്തത് ശ്രീ ജിജി ചോദിച്ച ചോദ്യം. കത്തോലിക്ക കോൺഗ്രസ് മുനമ്പ സമരം ഒരു പ്രത്യക്ഷ സമരമായി രൂപപ്പെടുന്ന ആ ദിവസം തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും അതിവിടെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു തരത്തിലൂടെ എല്ലാം വരികയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിന് പുറമെ കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നും മുനമ്പത്തെത്തി ശക്തമായ സമരം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് രൂപതകൾ എത്തിയത്. അവിടെ സമരങ്ങൾ നടത്തുകയും അവിടെ ഈ സമരത്തിന്റെ ആ ഒരു ജനപങ്കാളിത്തത്തെ ഒന്ന് ആളിക്കത്തിക്കുന്നതിൻ്റെ അകത്ത് നിർണായകമായ ഒരു റോള് കത്തോലിക്ക കോൺഗ്രസ് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം കേരളമെമ്പാടും ഒരു ഐക്യദാർഢ്യ ദിനാചരണം നമ്മൾ നടത്തുകയുണ്ടായി. കേരളമെമ്പാടും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ട് തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും തന്നെ ശക്തമായിട്ട് തന്നെ അത് നടക്കുകയുണ്ടായി. രാഷ്ട്രീയ നേതാക്കന്മാരോട് വളരെ വ്യക്തമായി നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മുനമ്പം വഖഫ് നിയമം പാർലമെന്റിൽ വരുമ്പോൾ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയും നമ്മളത് ആവശ്യപ്പെടും. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് അന്ന് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ അത് മാറിപ്പോവുകയാണ് ഉണ്ടായത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് അവതരിപ്പിക്കപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പാർലമെന്റിൽ വരട്ടെ, പാർലമെന്റിൽ വന്ന് പ്രോപ്പറായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ബാക്കി കാര്യത്തിലേക്ക് നമ്മളത് കടക്കും. അത് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജിജി ചോദിച്ചതുപോലെ നമ്മൾ വീട്ടിലേക്കൊരു മാർച്ച് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമരാജണ്ട നമുക്കുണ്ട്. നമ്മുടെ സമരാജണ്ട അനുസരിച്ച് നമ്മൾ സമരങ്ങൾ ചെയ്യും. അത് പിന്നെ ഇനിയും സമരങ്ങളൊക്കെ നമുക്ക് പ്ലാനുകളുണ്ട്. അതിപ്പോ എല്ലാം അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ സമരങ്ങളെ സംബന്ധിച്ച് നിലപാടുകൾ വളരെ വ്യക്തമാണ്. ഇപ്പൊ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര നിയമ ഭേദഗതി നടത്തണം നമ്മൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ട മതിയാവും. 1972 വനം വന്യജീവി നിയമം കാലഹരണപ്പെട്ടതാണ്, അത് മാറ്റണം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഭരണകക്ഷിയെന്നോ ഇതിൻ്റെ അകത്ത് ഏത് കക്ഷിയാണെന്നുള്ളതല്ല. അധികാരത്തിലിരിക്കുന്നവരാണ് ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയായിട്ടുള്ളവർ. ഏത് കാരണത്താൽ അത് നടക്കാൻ പറ്റാവുന്ന കഴിഞ്ഞാലും, അത് തീവ്രവാദികൾ കൊണ്ടായാലും, അത് മത തീവ്രവാദികൾ കൊണ്ടായാലും, അത് വന്യജീവികൾ കൊണ്ടായാലും ഭരണകൂടത്തിന് തന്നെയാണ് പരാജയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഭരണകൂടങ്ങളും ഓരോ ഭരണ സംവിധാനവും ഓരോ ഗവൺമെന്റുകളും ആ കാര്യത്തിൽ ജനങ്ങളുള്ള ഉത്തരവാദിത്വം കാണിക്കണം. അത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ്. അല്ല സാറേ ഞാനിത് പറഞ്ഞത് ഒരു പ്രഷർ കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏത് രീതിയിലാണ് ആ പ്രഷർ വന്നാൽ മാത്രമേ ഈ കൊടിക്കുന്നിൽ സുരേഷ് വന്ന് പറഞ്ഞതുപോലെ, ബഹുമാനായ MP വന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ വഖഫ് ബില്ലിനെ എതിർക്കും എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് അവർക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രഷർ കൊടുക്കണം. പ്രഷർ കൊടുക്കാതെ നമ്മൾ വളരെ സാവകാശം പോയി അപേക്ഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ല, അപേക്ഷിക്കൊന്നല്ല. നമ്മൾ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അത് ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരാശങ്കം വേണ്ട. ആ കാര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടുകൾ വളരെ പ്രഖ്യാപിതം ഓക്കെ. തന്നെയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ മാത്രമല്ല, സഭാ നേതൃത്വത്തിന്റെ നിലപാടും ആ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. യെസ്, യെസ്. സഭാ നേതൃത്വവും പിതാക്കന്മാർ തന്നെ വന്ന് അതുകൊണ്ടാണ് പിതാക്കന്മാർ തന്നെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമരത്തോടനുബന്ധിച്ച് എല്ലാ രൂപതകളുടെയും പിതാക്കന്മാർ അവിടെ എത്തി അവരവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശക്തമായ മുന്നറിയിപ്പുമാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം ജനങ്ങളുടെ ഈ രാഷ്ട്രീയം വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു ഞങ്ങള് വനം ഭേദഗതി നിയമ ഭേദഗതി ചെയ്യലെന്ന്. ഞാൻ വിഷയം മാറിപ്പോന്ന് വിചാരിക്കണ്ട. സംസ്ഥാന മന്ത്രി പറയുന്നു കേന്ദ്ര നിയമമാണ് കുഴപ്പമെന്ന്. ഞങ്ങൾ പറയുന്നത് ഇത് രണ്ടുപേരുടെയും കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടുപേരും കാര്യത്തിൽ കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിട്ട് 1972 സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അല്ല സാറേ, നമ്മള് മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കേണ്ടതാണ്. 72 സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് അതിൻ്റെ അത് മാറിയത്. അപ്പൊ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ജനങ്ങളെ ഇനിയും കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ PFIയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് അതിശക്തമായി എടുക്കുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ സൂക്ഷ്മ തലത്തിലേക്ക് അത് വരേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചുറമ്പിൽ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ PFIയുടെ പരിപാടികൾക്കകത്ത് പങ്കെടുക്കുന്നവരൊക്കെ എവിടെയാണ്? അവരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിലെ ഒരു ചെറിയ ശതമാനമാണ് സ്വന്തമായി സ്വയം മോട്ടിവേറ്റഡായി അതിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർ പ്രേരണ കൊണ്ട് വന്നിരിക്കുന്നതാണ്. നിങ്ങൾ വന്നില്ലെങ്കിൽ, നമ്മളിവിടെ ഈ കുടുംബശ്രീക്കാരെ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നതിന്റെ കഥ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. വന്നില്ലെങ്കിൽ തൊഴിലെടുത്ത് വരുമ്പോൾ വിവരം അറിയും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളുടെ പരിപാടിക്കകത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. ഇത് കോളേജിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തട്ടമിടില്ല. അഡ്മിഷൻ എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ തട്ടമിട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ വളരെ 5-8 വർഷം മുമ്പാണ് ഒരു കുട്ടികളോട്, ഇപ്പോൾ അവരെവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പറഞ്ഞു സാറേ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി, അതുകൊണ്ട് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ വന്നവരൊക്കെ സ്വന്തം നിലയ്ക്ക് വന്നതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കൃത്യമായ ഒരു ജനാധിപത്യ ബോധവും ജനാധിപത്യ പ്രക്രിയകൾ ശക്തമാക്കുകയും ചെയ്താൽ ഇത്തരം തീവ്രവാദികളെ ദുർബലരാക്കാനായിട്ട് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനക്ഷേമകരമായ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ജനങ്ങളെ കാണുന്നു എന്ന് ജനത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. അവിടെ നിയമം പാലിച്ചിരിക്കേണ്ട ഒരു നിഷ്പക്ഷതയുണ്ട്. ആ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിന് എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. വാസ്തവത്തിൽ ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് ഭരണത്തിലെ നിഷ്പക്ഷത എന്ന് പറയുന്നത്. ആ നിഷ്പക്ഷത നമ്മൾ മനസ്സിലാക്കണം. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെടിച്ചട്ടി പ്രയോഗം നടത്തുന്നവരുടെ ഭാഗത്ത് വരുമ്പോഴും, അതുപോലെ തന്നെ റാഗിങ് നടത്തുന്നവരുടെ ഭാഗത്ത് വരുമ്പോഴും, കുട്ടികളെ ദിവസങ്ങളോളം മർദ്ദിച്ച് കൊല്ലുന്നവരുടെ ഭാഗത്ത് വരുമ്പോഴും ആ നിഷ്പക്ഷത ഇരകയ്ക്കൊപ്പമല്ല, അത് വേട്ടക്കാരനൊപ്പമാണ്. അതുപോലെ തന്നെയാണ് മറ്റു പല സാഹചര്യങ്ങളും. അപ്പൊ ഈ നിഷ്പക്ഷത ജനത്തെ ബോധ്യപ്പെടുത്തി ഭരണകൂടം അതിൻ്റെതായ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ സാവധാനം അങ്ങ് ദുർബലമാകും. ജനത്തിന് ഭരണത്തിൽ വിശ്വാസം ഉണ്ടാകും. ഇന്നിപ്പോ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ അവസ്ഥയിലും വലിയ വ്യത്യാസമില്ല. കാരണം സാധാരണക്കാരായ ആളുകൾ പലരും ഇന്ന് ഭരണ സംവിധാനത്തിൽ വിശ്വസിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല. ഇന്ത്യൻ ജനസംഖ്യയുടെ 100 കോടിയോളം വരുന്ന ജനങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ബാക്കിയുള്ള ജനത്തിന്റെ വരുമാനത്തിന്റെ ഈ 3/1 താഴെയാണെന്ന് ഇത് റിസർവ് ബാങ്കിന്റെ കണക്കാണ് പറയുന്നത്. 70% വരുന്ന ജനകോടികളുടെ വരുമാനം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ വരുമാനത്തിന്റെ 3/1 താഴെയാണ്, വളരെ താഴെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു നിഷ്പക്ഷതയുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തില്, ജനങ്ങൾക്ക് സ്വത്ത് വിതരണം ചെയ്തു കൊടുക്കുന്ന കാര്യത്തില് ഒക്കെ ഈ നിഷ്പക്ഷത പാലിക്കപ്പെടുന്നില്ല. വ്യക്തമാണ്. അസംഘടിതരായിട്ടുള്ള കർഷകരും സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഗവൺമെന്റിൽ നിന്ന് എത്തുന്നത് അനുസരിച്ചുള്ള തുക അല്ല മറ്റുള്ളവർക്ക് എത്തുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് പറയാം. വ്യക്തമാണ്. വളരെ വ്യക്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ഈ രാജ്യത്തിനെതിരെ ദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത SDP നിലയ്ക്ക് നിർത്തുന്ന, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അത്തരം നീക്കങ്ങൾ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുക, വോട്ടിനേക്കാൾ ഉപരി, അധികാര രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഈ രാജ്യത്തിന് ഒരു പ്രയോറിറ്റി നൽകുന്ന, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവം തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം.
ഇത്തരം തീവ്രവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ വോട്ട് വേണ്ട, അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു നട്ടല് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകട്ടെ. തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അത്തരക്കാരെ അകറ്റി നിർത്തുവാൻ, ഒറ്റപ്പെടുത്തുവാൻ, തള്ളിപ്പറയുവാനുള്ള ഒരു നട്ടല് ഇവിടുത്തെ സമുദായിക നേതൃത്വങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ആശയം അറിയിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ബിഗ് ഡിബേറ്റ് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജിജി ജോസഫ്, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ 3 പേർക്കും നന്ദി.